13 വർഷങ്ങൾക്ക് മുന്നേ തന്റെ ജീവിതം തകർത്ത ഒരു ട്രാജഡി. അതിന് പ്രതികാരം വീട്ടാനായി അവൾ പുതിയ രൂപത്തിലും ഭാവത്തിലും ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. ആരാണ് അവൾ, എന്താണ് അവളുടെ ലൈഫിൽ സംഭവിച്ച ആ ഒരു ദുരന്തം, അതിനെങ്ങനെയാണ് അവൾ പ്രതികാരം വീട്ടിയത് എന്നതൊക്കെ അറിയാനായി നമുക്ക് വളരെ രസകരമായ ഒരു കഥ കേട്ടാലോ. 2023 റിലീസായ ബേൺ ദ ഹൗസ് ഡൗൺ എന്ന ഒരു ജാപ്പനീസ് മിസ്റ്ററി ത്രില്ലർ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കഥ തുടങ്ങുന്നത് വളരെ ഹാപ്പിയായ ഒരു ഫാമിലിയെ കാണിച്ചുകൊണ്ടാണ്. ആ കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളുമാണ് ഉള്ളത്. ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന മകളാണ് ആൻസു, നമ്മുടെ കഥാനായിക. അവൾക്കൊരു അനീത്തിക്കുട്ടിയുണ്ട്. അവളുടെ പേര് യൂസു എന്നുമാണ്. ആൻസു അനീത്തിയുടെയും അച്ഛന്റെയും അമ്മയുടെയും കൂടെ വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് ജീവിക്കുന്നത്. അവർ സാമ്പത്തികമായി നല്ല രീതിയിലുള്ള ഫാമിലി ആണെങ്കിലും അതിന്റെ ഒരു അഹങ്കാരോ ആറ്റിറ്റ്യൂഡോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല സ്വഭാവ ശുദ്ധിയോടുകൂടി ആൻസുവും അനീത്തിയും വളർന്നു വരുന്നു. ആൻസുവിന്റെ അമ്മയുടെ പേര് സുസുക്കി എന്നാണ്. സുസുക്കിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവരുടെ പേര് മക്കിക്കോ എന്നുമാണ്. പേരൊക്കെ കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നാം, കാരണം ഇതൊരു ജാപ്പനീസ് കഥയാണ്. എന്തായാലും സുസുക്കി മക്കിക്കോയെ പരിചയപ്പെടുന്നത് സ്കൂളിൽ പേരന്റ്സ് മീറ്റിംഗിന് പോകുന്ന സമയത്താണ്. മക്കിക്കോയ്ക്കും 2 മക്കളാണുള്ളത്. പക്ഷെ അവരൊരു സിംഗിൾ പേരന്റ് ആണ്. ഒറ്റയ്ക്കാണ് അവരുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പരിചയപ്പെട്ട് നല്ല സൗഹൃദത്തിലാവുന്ന സമയം തൊട്ട് മക്കിക്കോ സുസുക്കിയെ കോപ്പി അടിക്കാനായി തുടങ്ങുന്നു. സുസുക്കി ഇടുന്ന പോലത്തെ ഡ്രസ്സുകള്, അതേ ഹെയർ സ്റ്റൈല്, അതേ സംസാര രീതി, അതേ ചേഷ്ടികള് ഒക്കെ തന്നെ സുസുക്കിയെ വളരെയധികം ഇമിറ്റേറ്റ് ചെയ്യാനായി മക്കിക്കോ ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ സുസുക്കിയുടെ വീട്ടിലേക്ക് അവർ തന്റെ മക്കളുമായി സന്ദർശനവും നടത്തുന്നുണ്ട്. മക്കിക്കോയെ വലിയ നല്ലൊരു ഫ്രണ്ടായി മാത്രം കണ്ടിട്ടുള്ള ആൻസുവിന്റെ അമ്മ സുസുക്കിക്ക് അതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. അവരവരുടെ ഫ്രണ്ട് എന്ന രീതിയിൽ നന്നായി തന്നെ മക്കിക്കോയെ ട്രീറ്റ് ചെയ്യുന്നു. പക്ഷെ എപ്പോഴൊക്കെ മക്കിക്കോ വീട്ടിൽ വന്ന് പോകുന്നുണ്ടോ അപ്പോഴെല്ലാം തന്റെ അമ്മയുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണാതാവുന്നത് ആൻസു ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് ഇതിലെല്ലാം മക്കിക്കോയെ ഡൗട്ട് വരുന്നുണ്ടെങ്കിലും എടുത്തടിച്ച് ആരോടും ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവൾ. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു ദിവസമാണ് ആൻസുവിന്റെ ഒക്കെ വീടിന് തീ പിടിക്കുന്നത്. ഭാഗ്യവശാൽ അവർക്ക് ആർക്കും ആളപായം വരുന്നില്ലെങ്കിലും അങ്ങനെ അതിനുശേഷം ആൻസുവിന്റെ അച്ഛനാകട്ടെ പുനർവിവാഹം കഴിക്കുന്നുണ്ട്. കല്യാണം കഴിച്ചത് മറ്റാരെയുമല്ല, തന്റെ ഭാര്യയുടെ തന്നെ വളരെ ക്ലോസ് ഫ്രണ്ടായ മക്കിക്കോയെയാണ്. അങ്ങനെ നിമിഷ നേരത്തിലെ മക്കിക്കോയുടെയും അവരുടെ ആൺമക്കളുടെയും ജീവിതം ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് മാറുകയാണ്. അതേസമയം സമ്പന്നതയിലുണ്ടായിരുന്ന ആൻസുവിന്റെ ജീവിതം നേരെ താഴോട്ടും പോകുന്നു. അവൾക്ക് അതല്ല പ്രശ്നം. അവളുടെ അമ്മ ഈ ഒരു തീപിടുത്തത്തിൽ ഇന്നസെന്റ് ആണെന്നും ഇതിന് പിന്നിൽ മക്കിക്കോ ആണെന്നുമുള്ള ഡൗട്ട് ആൻസിന്റെ ഉള്ളിൽ ആ ഒരു സമയത്ത് കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു. അവൾ ആ ഒരു പ്രതികാരം മനസ്സിൽ വെച്ചാണ് പിന്നീടുള്ള 13 വർഷങ്ങൾ ജീവിച്ചത്. ഇപ്പോൾ ആൻസു വളർന്ന് വലിയൊരു പെൺകുട്ടിയായിരിക്കുന്നു. അവൾ ഉള്ളിലെ പ്രതികാരം വീട്ടാനായി ഒരു അവസരം കാത്തിരിക്കുകയാണ്. അങ്ങനെ താനും തന്റെ സഹോദരിയും അമ്മയും ഒക്കെ ജീവിക്കേണ്ട അച്ഛന്റെ കുടുംബത്തില് ഇപ്പോ എങ്ങനെ കയറി പറ്റി പ്രതികാരം വീട്ടാം, അന്ന് നടന്ന തീപിടുത്തത്തിന്റെ സത്യം എങ്ങനെ പുറത്തു കൊണ്ടുവരാം എന്ന് ചിന്തിച്ച് കഴിയുന്ന അവൾക്ക് അതിനൊരു അവസരം കിട്ടുന്നു. അത് ആ വീട്ടില് ഹൗസ് മെയ്ഡിന് ആവശ്യമുണ്ടെന്ന ഒരു പരസ്യമായിരുന്നു. അതിന് അപ്ലൈ ചെയ്യുന്ന അവൾ പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ജോലിക്ക് വരുന്ന അവളെ കാണുന്ന അവിടുത്തെ വീട്ടമ്മയായി ഇപ്പോൾ ജീവിക്കുന്ന മക്കിക്കോയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരവളെ ജോലിക്ക് വെക്കുന്നു. ഇവർക്ക് ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പോകേണ്ടതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം അവളെ നോക്കാൻ ഏൽപ്പിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ ജോലിക്ക് എടുക്കുന്ന കാര്യം പരിഗണിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു ഉറപ്പില്ല, ജോലിക്ക് എടുത്തില്ല എന്നിരിക്കും, എന്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും അതെന്നല്ല പറഞ്ഞ മക്കിക്കോ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി ചെയ്ത് ഇവിടെ പിടിച്ചുകൂടാൻ തന്നെ ആൻസു ശ്രമിക്കുന്നു. അവൾക്ക് അവിടെ നിന്ന് അവളുടെ അമ്മ ധരിക്കാറുണ്ടായിരുന്ന കണക്ക് ഒരു ഹെയർ ക്ലിപ്പ് കിട്ടുന്നുണ്ട്. അത് ക്ലീനിങ്ങിന്റെ ഇടയിൽ കിട്ടുമ്പോൾ അവൾ അതെടുത്ത് കയ്യിൽ സൂക്ഷിക്കുന്നു. കൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ ആരോ ഉള്ളതുപോലെയും തന്നെ രഹസ്യമായി വീക്ഷിക്കുന്നത് പോലെയും അവൾക്കൊരു തോന്നലും വരുന്നുണ്ട്. എന്തായാലും അവൾ അന്ന് അവിടെ വേറെ ആരെയും വീട്ടിൽ കാണുന്നില്ല. തിരിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് മക്കിക്കോ വരുമ്പോ ഇവൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് വളരെ ഇംപ്രസ്ഡ് ആവുന്ന മക്കിക്കോ അവളെ അവിടുത്തെ ഹൗസ് മെയ്ഡായി ജോലിക്ക് എടുക്കുന്നു. അങ്ങനെ തന്ത്രപരമായി സംശയമില്ലാതെ ആൾമാറാട്ടം നടത്തി അവിടെ കയറി പറ്റാൻ സാധിച്ച സന്തോഷത്തിലാണ് അന്ന് തിരിച്ച് തന്റെ താമസ സ്ഥലത്തേക്ക് ആൻസു ചെല്ലുന്നത്. അവൾ തന്റെ അനീതിക്ക് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ക്ലിപ്പ് കാട്ടിക്കൊടുക്കുന്നു. അതിൽ SM എന്ന ഇനീഷ്യൽ ഉണ്ടായിരുന്നു. S എന്നത് സുസുക്കി എന്ന അവരുടെ അമ്മയുടെ പേരും M എന്നത് അമ്മയുടെ പേരിന്റെ ഇനീഷ്യലായ ഇവരുടെ കുടുംബ പേരുമാണ്. ഇത് അമ്മയുടെ ഹെയർ ക്ലിപ്പ് തന്നെയെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. തന്റെ അമ്മയുടെ കൂട്ടുകാരിയായി വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്ന സമയത്ത് മക്കിക്കോ ഇത് മോഷ്ടിച്ചതാണെന്ന് ആൻസുന് ഉറപ്പാണ്. കാരണം ഇതുപോലെ പല കാര്യങ്ങളും അന്ന് മോഷണം പോയിട്ടുണ്ടായിരുന്നു. ഇനിയും അവിടെ നിന്ന് പലതും അവർ മോഷ്ടിച്ചതിന്റെ തെളിവായി കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ആൻസുവിന്റെ വിശ്വാസം. ആൻസുവിന്റെ അമ്മ നിലവിൽ വയ്യാണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് സ്ട്രെസ്സും മുന്നേ തന്റെ ലൈഫിൽ നടന്ന ട്രോമയും ഒക്കെ കാരണം ഇടയ്ക്കിടെ ഒരുപാട് നാളുകള് അമ്നേഷ്യ വരാറുണ്ട്. നീണ്ട ഹോസ്പിറ്റൽ ചികിത്സ അതിനൊക്കെ ആവശ്യമായുമുണ്ട്. തന്റെ അമ്മയുടെ തങ്ങളുടെ ജീവിതം തകർത്ത 13 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു തീപിടുത്തത്തിന്റെ സത്യം പുറത്ത് കൊണ്ടുവരണം എന്ന ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഇപ്പോൾ അവിടെ ആൾമാറാട്ടം നടത്തി അതേ വീട്ടിലേക്ക് ആൻസു ജോലിക്ക് പോകുന്നത്. ആൻസു അങ്ങനെ അവിടെ ജോലിക്ക് പോകുന്ന സമയത്ത് ക്ലീനിങ് മാത്രമല്ല മനോഹരമായി പാചകവും അവള് ചെയ്യുന്നുണ്ട്. കുട്ടിക്കാലത്ത് അച്ഛന്റെ സംരക്ഷണത്തിൽ നിന്ന് മാറി അമ്മയുടെ തണലിൽ മാത്രം ജീവിക്കേണ്ടി വന്ന ആൻസു അമ്മ അവരുടെ ജീവിതത്തിന് വേണ്ടി ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അനീതിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും സ്വന്തമായി ഉണ്ടാക്കിയുമൊക്കെ കുക്കിംഗ് അന്ന് തൊട്ടേ പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും വളരെയധികം
ഉപകാരപ്പെടുന്നു. അങ്ങനെ മക്കിക്കോയുടെ വിശ്വാസം അവള് പതിയെ പതിയെ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ്. മക്കിക്കോ വീട്ടിലില്ലാത്ത സമയം മുകളിലേക്ക് പോകണ്ടെന്ന മക്കിക്കോയുടെ ഓർഡർ തെറ്റിച്ചുകൊണ്ട് ആൻസു രഹസ്യമായി ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലുന്നു. അവിടെ ആദ്യം കണ്ട മുറി അവള് തുറക്കുമ്പോഴേക്കും അകമെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കാണ്. എന്തേത് പുറമേന്ന് കണ്ട ഈ വീട് എന്ത് വൃത്തിയുള്ളതാ, പിന്നെ ഈ മുറി മാത്രം ഇങ്ങനെ കിടക്കുന്നത് അവള് ചിന്തിച്ചിരിക്കുമ്പോഴേക്കും ആ മുറിയിലെ താമസക്കാരൻ എത്തുന്നു. അതൊരു പയ്യനായിരുന്നു. പെട്ടെന്ന് അവനെ കണ്ട് ആൻസു ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും താൻ ഈ വീട്ടിലെ ജോലിക്കാരിയാണെന്ന് അവൾ അവനെ പരിചയപ്പെടുത്തുന്നു. പക്ഷെ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൻ വളരെ റൂഡായി അവളെ റൂമിൽ നിന്ന് ഇറക്കി വിടുന്നു. ആൻസു ഇവിടുത്തെ ജോലി കഴിഞ്ഞ് നേരെ പോകുന്നത് അവളുടെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ടാണ്. അവളുടെ ഈ പ്രതികാര കഥയും ഈ ആൾമാറാട്ടവും എല്ലാം അറിയാവുന്ന അവളുടെ ഒരു ഫ്രണ്ടിനെ കാണാനായി. ആ ഫ്രണ്ടിനോട് താനിപ്പോ ചെന്നിരിക്കുന്ന ആ വീട്ടില് തന്റെ സ്റ്റെപ്പ് മദർ ഉണ്ടല്ലോ, തന്റെ അമ്മയും തങ്ങളെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇപ്പൊ തന്റെ അച്ഛന്റെ ഭാര്യയായി അവിടെ കയറി പറ്റിയിരിക്കുന്ന മക്കിക്കോ എന്ന സ്ത്രീക്ക് 2 ആൺമക്കള് അന്നേ ഉണ്ടായിരുന്ന കാര്യം ആൻസുവിന് അറിയാലോ. അതിൽ രണ്ടുപേരോടും അവർ ഇടയ്ക്കിടെ സൗഹൃദം ഭാവിച്ച് തന്റെ അമ്മയെ കാണാനായി വീട്ടിൽ വരുന്ന സമയത്ത് അവൾ വേണ്ടിയിട്ടുണ്ട്. ആ ഒരു രീതി വെച്ച് അവൾക്ക് ഇപ്പൊ നോക്കുമ്പോ അതിലെ ഇളയ പയ്യനെ ആയിരിക്കാം താനിപ്പോ കണ്ടത് എന്നൊരു തോന്നൽ വരുന്നു. ഇളയ പയ്യൻ അന്നേ ഒരു പഠനത്തിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ചെറിയ തല്ലിപ്പൊളിയാണ്. ഇപ്പോ ആ റൂമിന്റെ കോലവും കാര്യങ്ങളും ഒക്കെ കണ്ട് അവൾക്ക് അത് ഇളയ പയ്യനായിട്ടാണ് തോന്നുന്നത്. അവൻ അവരുടെ ഇളയ മകനാണെങ്കിലും മൂത്ത മകനാണെങ്കിലും നിനക്ക് ഒരുപോലെയല്ലേ ഉള്ളൂ. നീ അവരുടെ ഓർഡർ തെറ്റിച്ച് മുകളിലത്തെ നിലയിലേക്ക് ചെന്ന കാര്യം അവൻ വഴി അവരറിയരുത്. ആ മക്കിക്കോ അവരുടെ നിയമങ്ങൾ നീ തെറ്റിച്ചു എന്നറിഞ്ഞാൽ നിന്നെ അവിടെ ജോലി നിന്ന് പിരിച്ചുവിടും. പിന്നെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണമെന്ന് ഫ്രണ്ട് അവളോട് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം ആൻസു അവിടെ ജോലിക്ക് പോകുമ്പോ അവൾക്ക് ആക്ച്വലി നല്ല പേടിയാവുന്നുണ്ട്. മക്കിക്കോ താൻ മുകളിൽ ചെന്ന കാര്യം അറിഞ്ഞു കാണുമോ എന്ന്. അതുകൊണ്ട് തന്നെ അവൾ പേടിച്ചാണ് അന്ന് മക്കിക്കോയുടെ മുന്നിൽ പോകുന്നത്. പക്ഷെ മക്കിക്കോ അവളോട് നല്ല രീതിയിൽ പെരുമാറുന്നതിൽ നിന്ന് തന്നെ താൻ ചെയ്ത കാര്യങ്ങളൊന്നും അവരുടെ മകൻ വഴി അവർ അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ അന്ന് മക്കിക്കോ ജോലിക്ക് റെഡിയായി പോയ ശേഷം മുറിയിൽ തന്നെ ഇരിക്കുന്ന ആ പയ്യന് വേണ്ടി നല്ല ഫുഡ് കുക്ക് ചെയ്ത് വീണ്ടും മുകളിലത്തെ നിലയിലേക്ക് ചെന്ന് അവന്റെ ഡോറിന്റെ അവിടെ അത് വെക്കുന്നു. ഞാൻ ഇവിടെ വന്ന കാര്യം പറഞ്ഞു കൊടുക്കാഞ്ഞതിന് താങ്ക്സ്. ഞാൻ ഫുഡ് കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കണമെന്ന് പറഞ്ഞ് അത് അവിടെ വെച്ചിട്ട് അവള് പോകുമ്പോ അവൻ നൈസായിട്ട് അതെടുത്ത് കഴിക്കുന്നു. അത് മനസ്സിലാക്കുന്ന അവൾക്ക് ഒരുപാട് സന്തോഷം. അവള് വീണ്ടും ഇതുപോലെ അവന് ഫുഡ് കുക്ക് ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവനത് ഇവള് മാറിയ ശേഷം എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഇല്ലാതെ കുക്ക് ചെയ്ത് വെക്കുന്നത് മാത്രം കഴിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. അവനോട് സംസാരിച്ച ഒരു കമ്പനി ആവണം, എങ്കിലേ തന്റെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കൂ എന്ന് തോന്നുന്ന ആൻസു അതുകൊണ്ട് തന്നെ അവൾ ഇവൻ എന്താണ് താല്പര്യമുള്ള വിഷയമെന്ന് ആലോചിക്കാണ്. കൊച്ചിലെ കണ്ടിട്ടുള്ളപ്പോ രണ്ടാമത്തെ പയ്യന് ഗെയിംസ് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന കാര്യം ഓർക്കുന്ന അവൾ ഗെയിംസിനെ പറ്റി സംസാരിക്കുമ്പോൾ അവന്റെ ഭാഗത്തു നിന്ന് ഒരു റിപ്ലൈയും വരുന്നില്ല. ഇവനെന്താ ഒന്നും മിണ്ടാത്തേന്ന് ആലോചിച്ച് അവൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആകാശം അവളുടെ കണ്ണിൽ പെടുന്നത്. ഇന്ന് പതിവിലും വെയിൽ കുറവാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾ അപ്പോ ഇന്നായിരിക്കാം അപൂർവമായ ആ നക്ഷത്രം നമ്മുടെ കണ്ണിൽ തെളിയുന്ന ആ ഒരു ദിവസമെന്ന് ഇങ്ങനെ പറയുമ്പോ അകത്തിരുന്ന് അത് കേട്ട് ആ പയ്യന്റെ മറുപടി വരുന്നു. അതെ, വെയിൽ കുറവുള്ള ദിവസം രാത്രിയാണ് ആ ഒരു നക്ഷത്രത്തെ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞ് അവൻ അതിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോ അത് കേൾക്കുന്ന ആൻസു അമ്പരക്കുന്നു. കാരണം രണ്ടാമത്തെ പയ്യന് ഗെയിംസ് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെന്ന് ഇവൾക്ക് അറിയാമായിരുന്നല്ലോ. അതേപോലെ മൂത്ത പയ്യനാണ് ഈ നക്ഷത്രങ്ങളെ പറ്റിയും സോളാർ സിസ്റ്റത്തെ പറ്റിയും യൂണിവേഴ്സിനെ പറ്റിയും ഒക്കെ കൂടുതൽ ഇൻട്രസ്റ്റോടെ അതിനെപ്പറ്റി അറിയാനും സംസാരിക്കാനും താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോ ഇത് രണ്ടാമത്തെ പയ്യനല്ല, മറിച്ച് മൂത്ത പയ്യനായ അസുക ആണെന്ന് അവള് തിരിച്ചറിയുന്നു. പണ്ട് തന്റെ അമ്മയെ കാണാനായി അവരുടെ സുഹൃത്തായ മക്കിക്കോ അവരുടെ മക്കളെയും കൂട്ടി വീട്ടിലേക്ക് വന്നോണ്ടിരുന്ന സമയത്ത് അവളും അസുക്കയും നല്ല കമ്പനിയായിരുന്നു. അന്ന് അസുക ഇവൾക്ക് പല കാര്യങ്ങളും ഗിഫ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഓർത്ത് ഇവള് വളരെ ഇമോഷണൽ ആവുന്നു. പെട്ടെന്ന് അവൾ ആ പാത്രം എടുത്ത് പോകാനായി നിൽക്കുമ്പോ കതക് തുറന്ന് അകത്ത് നിന്ന് അസുക അവളെ പിടിക്കുന്നുണ്ട്. അവൾ ആ ഒരു പിടുത്തം അപ്രതീക്ഷിതമായിരുന്നത് കൊണ്ട് ഞെട്ടിത്തരിച്ച് നോക്കുമ്പോഴേക്കും അവൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒരുമാതിരി പാവത്തെ പോലെ സംസാരിച്ച് തിരിച്ചകത്തേക്ക് തന്നെ പോകുന്നു. എന്തായാലും അന്ന് അവൾ തിരിച്ച് ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് മക്കിക്കോ വരുന്നതിന് മുന്നേ ആണല്ലോ തിരിച്ചു പോകുന്നത്. അതേപോലെ തിരിച്ചുപോയി വീട്ടിലിരുന്ന് അസുക പണ്ട് അവൾക്ക് ഗിഫ്റ്റ് ചെയ്ത കോമ്പസ് ഒക്കെ ഇപ്പോഴും അവളുടെ കയ്യിലുണ്ട്. അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് ജോലി കഴിഞ്ഞോ മക്കിക്കോ വീട്ടിലേക്ക് എത്തുമ്പോ അല്പം കഴിഞ്ഞ് അവരുടെ ഇളയ മകൻ പുറത്ത് പഠിക്കാൻ പോയെടുത്ത് നിന്ന് വരുന്നുണ്ട്. ഇങ്ങനെ വീട്ടില് ആരും അറിയാതെ രഹസ്യമായി ഒരു ജോലിക്കാരിയെ വെച്ചിരിക്കുന്നതിനെ പറ്റി അവൻ ചോദിക്കുമ്പോ ഞാനൊരു വർക്കിംഗ് വുമൺ ആയിട്ടും വീട്ടിലെ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഡീൽ ചെയ്യുന്നു എന്നത് ആളുകൾക്ക് എന്നെ പറ്റി ഒരു മതിപ്പുണ്ടാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ജോലിക്കാരിയെ രഹസ്യമായി വെച്ചത്. എന്തായാലും ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്തു. അതിനി ആരും അറിഞ്ഞ് ഒരു പ്രശ്നമാവാൻ പോകുന്നില്ല എന്നെല്ലാം അവരിങ്ങനെ സംസാരിക്കുമ്പോ ഈ ഒരു സംസാരമെല്ലാം അകത്തിരുന്ന് അവരുടെ മൂത്ത മകൻ അസുക കേൾക്കുന്നുണ്ടല്ലോ. പിന്നീട് അസുക്കയ്ക്ക് ഫുഡ് കൊടുക്കാനായി അവിടേക്ക് മക്കിക്കോ പോകുമ്പോ അമ്മ ഇപ്പോഴും നന്നായിട്ടില്ലേ, അമ്മ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെ ഫലമായിരിക്കും വരാൻ പോകുന്നതെന്ന് അമ്മ മനസ്സിലാക്കാതെ ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കുകയാണോ എന്നല്ല അവൻ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയി എന്തോ ഒന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അമ്മയോട് സംസാരിക്കുന്നു. പക്ഷെ മകൻ പറയുന്നത് കേട്ടിട്ടും എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇതേ സമയം തന്റെ ഫ്രണ്ടിനോട് അൻസു സംസാരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ മക്കിക്കോ പോസ്റ്റ് ചെയ്ത ഒരു പിക്ചർ അരിച്ചു പറക്കുന്ന അൻസുവിന് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കബോർഡിൽ തന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന കണക്ക് ഒരു സ്വെറ്ററിന്റെ പിക്ചർ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വെറ്ററിനെ പറ്റി കൂടുതലായി തന്റെ ഫ്രണ്ട് വഴി അവൾ അന്വേഷിക്കുമ്പോൾ ഇത് വർഷങ്ങൾക്ക് മുന്നേ ഒരു ജാപ്പനീസ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത സ്വെറ്റർ ആണെന്നതും അതിന്റെ ആ ഒരു സിംഗിൾ പീസ് പ്രൊഡക്ഷനെ ഉണ്ടായിരുന്നുള്ളൂ എന്നും പിന്നീട് കമ്പനി അതിന്റെ പ്രൊഡക്ഷനെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നും എല്ലാം അറിയുന്നു. ഇതേ സെയിം സ്വെറ്റർ തന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്
നന്നായി ഓർമ്മയുണ്ട് അവൾക്ക്. ഇതിപ്പോ ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്റെ സംശയം അവൾക്ക് ഒന്നുകൂടെ ബലമാവുകയാണ്. കാരണം തന്റെ അമ്മയുടെ പല സാധനങ്ങളും ഈ മക്കിക്കോ മോഷ്ടിച്ച കൂട്ടത്തിൽ ഇതും മോഷ്ടിച്ചിട്ടുണ്ടെന്ന്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഇൻസിഡന്റും കൂടി ആൻസുവിന് സംഭവിച്ചിട്ടുണ്ട്. ആൻസുവിന്റെ വീട്ടിലെ തീപിടുത്തം നടന്ന ശേഷം അവരുടെ അയൽ വീട്ടിലെ CCTV ഫുട്ടേജ് വാങ്ങി അവളുടെ അച്ഛൻ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ വീടിന്റെ കുറച്ച് ഭാഗങ്ങൾ അതിൽ പതിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ പരിശോധിച്ചത്. ആ ഒരു സമയത്ത് ഇതേ സ്വെറ്റർ ധരിച്ച ഒരാളെ അവിടെ കാണാം. അത് മുഖം വ്യക്തമല്ലെങ്കിലും ഡ്രസ്സ് കുറച്ച് ഭാഗം കാണാമായിരുന്നു. അപ്പോ തന്റെ ഭാര്യയ്ക്കുള്ള ഇതേ ഡ്രസ്സ് ഇട്ട് തന്റെ ഭാര്യ തന്നെയാണ് അത് ചെയ്തതെന്ന് അച്ഛൻ കലിപുണ്ട് ബാക്കി കാണാൻ നിൽക്കാതെ ആ ഒരു ഫുട്ടേജ് തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അന്നേ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആൻസു അച്ഛൻ ചുമ്മാ അറ്റവും മൂലയും കണ്ട് ഒന്നും വിലയിരുത്താതെ ഫുള്ളൊന്ന് കാണ്, അമ്മയുടെ ഡ്രസ്സാണ് അതെന്ന് കരുതി അത് അമ്മയാകണമെന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴത്തെ കലിപ്പിന് അച്ഛൻ ബാക്കി ഫുള്ളൊന്നും കാണാനിരിക്കാതെ തന്റെ വൈഫിനുള്ള അതേ ഡ്രസ്സ് കണ്ട് ബാക്കി കാണാൻ നിൽക്കാതെ അത് നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ അത് ഓർക്കുന്ന അവൾക്ക് ഉള്ളിൽ പക ആളിക്കത്താണ്. എന്തൊക്കെ ദ്രോഹാണ് അവർ തന്റെ അമ്മയോടും തന്റെ കുടുംബത്തോടും ചെയ്തിട്ടുള്ളത് എന്നോർത്ത്. എന്തായാലും അങ്ങനെ കൂടുതൽ തെളിവുകൾ മക്കിക്കോക്കെതിരെ ശേഖരിക്കാനായി അവൾ അവിടെ ജോലിക്ക് തന്നെ പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൾ ജോലിക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു പ്രശ്നം. കഴിഞ്ഞ ദിവസം അവൾ മക്കിക്കോയുടെ ഉത്തരവ് തെറ്റിച്ച് മുകളിലത്തെ നിലയിൽ പോയ സമയത്ത് അവളുടെ ഡ്രസ്സിൽ അസുഖ പിടിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അവളുടെ ഡ്രസ്സിന്റെ ഒരു ബട്ടൺ ഇളകി പോയിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് മക്കിക്കോയുടെ കയ്യിൽ കിട്ടിയിട്ടുമുണ്ടായിരുന്നു. അത് വെച്ച് ഇവൾ മുകളിലത്തെ നിലയിൽ പോയ കാര്യത്തെ പറ്റി മക്കിക്കോ ഷൗട്ട് ചെയ്യുമ്പോൾ, സോറി മാഡം, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചു പോയതല്ല, മാഡത്തിന്റെ മകൻ അവിടെ കണ്ട കാര്യവും ഞാൻ ആരോടും പറയില്ല എന്നല്ല അവള് റിക്വസ്റ്റ് ചെയ്യുമ്പോ, ഓ അപ്പൊ നീ മുകളിൽ പോയത് മാത്രല്ല എന്റെ മകൻ മുറിയിലുള്ളതും നീ കണ്ടല്ലേ, അവിടെ പോരുതെന്ന് ഞാൻ പറഞ്ഞിട്ടും ഞാനില്ലാത്ത തക്കത്തിന് അവിടെ പോയ നിന്നെ ഇനി ഇവിടെ ജോലിക്ക് വേണ്ടെന്ന് പറഞ്ഞ് മക്കിക്കോ ആൻസുവിനെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നു. ആൻസുവിനോട് അങ്ങനെ അവൾ ഷൗട്ട് ചെയ്യുന്നതും ഒക്കെ മുറിയിൽ കിടന്ന് കേൾക്കുന്ന അസുഖ ഒരുമാതിരി ചിരിക്കുന്നുണ്ടായിരുന്നു. അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, ആരാണ് ആൻസു എന്നത് അവൻ അറിയാമോ എന്നൊരു ഡൗട്ട്. എങ്ങനെങ്കിലും തിരിച്ചവിടെ കയറണമല്ലോ എന്ന ആ ഒരു ആലോചനയിൽ തന്നെയാണ് അവിടെ നിന്ന് ആൻസു പടിയിറങ്ങുന്നത്. ഇതേ സമയം ഒരു മോഡലായിട്ടാണ് മക്കിക്കോ ജോലി ചെയ്യുന്നത്. അവർക്ക് അവരുടെ ജോലി കാര്യങ്ങളും ഒപ്പം വീട്ടിലെ കാര്യങ്ങളും ഒന്നിച്ച് ഡീൽ ചെയ്യാൻ കഴിയുന്നില്ല. വീട് വേസ്റ്റ് കുമാരം പോലെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുമ്പോ ഒടുക്കം അതെല്ലാം ഇറക്കിക്കൂട്ടി അവരുടെ നാട്ടില് കാശുകാർക്ക് കണ്ടെയ്നേഴ്സ് എന്തെങ്കിലും എക്സ്ട്രാ സ്റ്റോർ ചെയ്യാനായി നൽകാറുണ്ട്. ആ ഒരു സ്ഥലത്ത് ചെന്ന് തനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിൽ ഈ വേസ്റ്റ് എല്ലാം വാരിക്കൂട്ടിയിട്ട് പിന്നെ സമയം കിട്ടുമ്പോൾ അത് റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കാന്നുള്ള ഭാവത്തിൽ അവർ നിൽക്കുമ്പോൾ അവരവിടെ കാണുന്ന ഒരു ലേഡി, ഇത് നിങ്ങളുടെ കണ്ടെയ്നർ ആണോ, ഇതിൽ നിന്ന് വല്ലാത്ത സ്മെല്ല് വരുന്നല്ലോ, എന്താ നിങ്ങൾ വേസ്റ്റ് ആണോ ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ മക്കിക്കോ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്. കാരണം അവരാകട്ടെ മക്കിക്കോയെ എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ, നിങ്ങൾ മോഡലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് സംസാരിക്കുന്നുണ്ട്. താൻ മോഡലാണ്, താൻ തന്റെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിടുന്നു എന്നത് പുറത്തറിഞ്ഞാൽ ഇവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കല്ലോ. അതുകൊണ്ട് അവരാകെ പേടിച്ചു നിൽക്കുമ്പോഴാണ് അവിടെ ആൻസുവിന്റെ വരവ്. അവൾ ഈ സംസാരം കേട്ടിട്ട്, അത് ആ മേഡത്തിന്റെ അല്ല, അത് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിന്റെ കണ്ടെയ്നർ ആണ്, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചതാണെന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി വിടും. ഈ സമയത്ത് നീ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ആൻസുവിനെ കണ്ട് മക്കിക്കോ ചോദിക്കുമ്പോൾ, ഉണ്ട്, എന്റെ അമ്മ ഒരു സിംഗിൾ മദർ, നിങ്ങളെ വളർത്താനായി കഷ്ടപ്പെടുന്ന അമ്മയ്ക്ക് സഹായത്തിന് ഞാൻ പല ജോലിയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നവൾ, മേഡത്തിനെ ഞാനിപ്പോ രക്ഷിച്ചില്ലേ, അതിന് പകരമായിട്ട് എന്നെ ജോലിക്ക് എടുത്തൂടെ എന്ന് ചോദിക്കാണ്. ശരിയെന്നും പറഞ്ഞ് എന്തോന്ന് ആലോചിച്ച ശേഷം മക്കിക്കോ അവളെ തിരിച്ച് ജോലിക്ക് എടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം അവള് ജോലിക്ക് എത്തുമ്പോൾ അവളെ കൊണ്ട് ക്ലീനിങ് മാത്രമല്ല കുക്കിങ്ങും ചെയ്യിപ്പിക്കുമ്പോൾ ആ റെസിപ്പിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇവരുണ്ടാക്കുന്ന രീതിയിൽ അതിന്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അങ്ങനെ അത്യാവശ്യം നല്ല എൻഗേജിങ് ആക്കി എടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട്. അതുവഴി ഇവർക്ക് കുറെ ഫോളോവേഴ്സും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൂടുന്നു. ഇവർക്ക് ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ റെപ്യൂട്ടേഷനും അപ്പം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഫോളോവേഴ്സിന്റെ എണ്ണം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ആൻസോ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ തിളങ്ങാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അവൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടുന്നു. അങ്ങനെ പതിയെ ആൻസോന്റെ കമ്പനി മക്കിക്കോ വളരെ വളരെ എൻജോയ് ചെയ്തു വരുന്നു. അവളോട് വളരെ കാഷ്വലായി അടുത്ത് പെരുമാറാനൊക്കെ തുടങ്ങുന്നുണ്ട്. എന്തിനേറെ അവർ ജോലിക്ക് പോകുമ്പോൾ ക്ലീൻ ചെയ്യാനായി അവരുടെ മുറിയുടെ താക്കോല് പോലും വിശ്വസിച്ച് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുന്ന രീതിയിലേക്ക് ആ ഒരു പരിചയം മാറുന്നു. അവൾക്ക് അത് വലിയ സന്തോഷവുമായിരുന്നു. അങ്ങനെ ആ റൂമിലേക്ക് ചെല്ലുന്ന അവൾ അവിടെ മറ്റേ ആ ഒരു സ്വെറ്റർ അവരുടെ കബോർഡിൽ നിന്ന് തപ്പിയെടുക്കുന്നുണ്ട്. ഫോട്ടോയിൽ ഈ സ്വെറ്റർ ഇടയ്ക്ക് കണ്ടപ്പോൾ ഇത് ഇവരുടെ കയ്യിലുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നെങ്കിലും അതിപ്പോ ശരിക്കും അവരുടെ കയ്യിലുണ്ട്, അത് അവർ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അവൾ ഇപ്പോഴാണല്ലോ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ജോലി കഴിഞ്ഞ് പോകുന്ന ആൻസു ഈ കാര്യങ്ങൾ ഫ്രണ്ടുമായി ഡിസ്കസ് ചെയ്യുന്നു. എന്റെ അമ്മ ആ ഒരു ഇൻസിഡന്റ് മൂലം ആകെ തകർന്നിരിക്കുന്നു, എന്റെ അമ്മയാണ് തീപിടുത്തം ഉണ്ടാക്കിയതെന്ന് അറിയാതെ അമ്മ തന്നെ വിശ്വസിച്ചിരിക്കുകയാണ്, അതാണ് അമ്മയുടെ അനാരോഗ്യത്തിന് കാരണം. കൂടാതെ അവരെ കൊണ്ട് എന്റെ അമ്മയോട് ചെയ്ത ദ്രോഹത്തിന് മാപ്പും പറയിപ്പിക്കണം, അതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ആൻസു സുഹൃത്തിനോട് പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഒരു പാർട്ടിയിൽ വെച്ച്
മക്കിക്കോയുടെ ഇളയ മകനായ ഷിൻ പാർട്ടിയിൽ വെച്ച് യൂസുവിനെ കാണുന്നത്. യൂസു മറ്റാരുമല്ല, ആൻസുവിന്റെ സഹോദരിയാണ്. ഇവരൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടല്ലോ. വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഇവിടെ ഇവളെ കാണുമ്പോൾ അവിടെ 2 കവിളിലും മറുകുള്ളത് കണ്ട് ഷിന്നിന് ഇത് യൂസു ആണെന്ന് മനസ്സിലാവുന്നു. നീ യൂസു അല്ലെന്നൊക്കെ ചോദിച്ച് അവൻ സംസാരിക്കാനായി പോകുമ്പോൾ അവൾ അവനെ മനസ്സിലാക്കി അവോയ്ഡ് ചെയ്ത് വിടാണ്. പക്ഷെ അവൻ അവളെ വിടാതെ പിന്തുടർന്ന് പിന്നീട് കൂടിക്കാഴ്ചകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മോഡലായ മക്കിക്കോയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെല്ലാം തന്നെ നല്ല രീതിയിൽ കമന്റ്സും റീച്ചും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് വളരെ നെഗറ്റീവായ കമന്റ്സ് ആണ് വരുന്നത്. മക്കിക്കോയുടെ പേഴ്സണൽ ലൈഫിനെ തന്നെ പരാമർശിച്ചുകൊണ്ട് കാശിനു വേണ്ടി എന്തും ചെയ്തു കൂട്ടും, മക്കളെ പോലും നന്നായി നോക്കില്ല, അത്യാഗ്രഹിയാണ് എന്നിങ്ങനെ പറഞ്ഞ് പല കമന്റ്സ് വരുമ്പോൾ അതെല്ലാം തന്നെ മക്കിക്കോ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കമന്റ്സിനെല്ലാം പിന്നിൽ തന്റെ മൂത്ത മകനായ അസുക്കയാണെന്നും മക്കിക്കോയ്ക്ക് നന്നായിട്ട് അറിയാം. ദേഷ്യം വരുന്ന മക്കിക്കോ തന്റെ മകൻ ഉപയോഗിച്ച് തനിക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇടുന്ന കമ്പ്യൂട്ടറൊക്കെ തല്ലി പൊട്ടിച്ച് കളയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആൻസു അടുത്ത ദിവസം മക്കിക്കോ വീട്ടിലില്ലാത്തപ്പോൾ അവൾക്ക് വേണ്ട തെളിവുകളൊക്കെ ശേഖരിച്ച് നിൽക്കുന്ന സമയത്താണ് അവളുടെ അടുത്തേക്ക് എത്തി അസുക്ക സംസാരിക്കുന്നത്. നീ ആൻസു ആണെന്ന് എനിക്കറിയാമെന്ന് അവൻ പറയുമ്പോൾ അവൾ അത് നിഷേധിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒടുക്കം അവൻ ബലമായി തന്നെ അവളെ കൊണ്ട് അത് സമ്മതിപ്പിക്കുന്നു. നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ആൾമാറാട്ടം നടത്തി വന്ന് നിൽക്കുന്നതെന്ന അവന്റെ ചോദ്യത്തിന് അവൾ മുന്നേ ആ സ്വെറ്റർ തപ്പാനായി മക്കിക്കോയുടെ റൂമിൽ കയറിയ വിഷ്വൽ പോലും അവന്റെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അവൻ മറഞ്ഞു നിന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് തന്നെ പറ്റി നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ അവനോട് പറയുന്നത് അവളുടെ അമ്മയ്ക്ക് അന്നത്തെ അപകടത്തിന് ശേഷം അമ്നേഷ്യ പിടിവിട്ടെന്നും അമ്മയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരണമെങ്കിൽ അമ്മയുടെ എന്തെങ്കിലും പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ കാണിക്കണമെന്നും പക്ഷേ തങ്ങളുടെ വീട്ടിൽ അന്ന് തീപിടുത്തം നടന്നതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടെന്നും മക്കിക്കോയുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെടുക്കാനായിട്ടാണ് താൻ വന്നതെന്നും അവള് പറയുമ്പോൾ അത് കേട്ട് അവൻ പൊട്ടിച്ചിരിക്കുകയാണ്. കൂടാതെ അന്ന് തീപിടുത്തം നടന്നതിന്റെ പേരിൽ അവളുടെ അമ്മയെ വളരെ മോശമായി അവൻ സംസാരിക്കുമ്പോൾ എന്റെ അമ്മയല്ല നിന്റെ അമ്മയാ അന്ന് തീ പിടിക്കാൻ കാരണമെന്ന് പറഞ്ഞ് അവന്റെ അമ്മയെ പറ്റി ആൻസുവും സംസാരിക്കുന്നു. അത് കേട്ട് ആദ്യം അവൻ വിശ്വസിക്കുന്നില്ലെങ്കിലും അന്ന് ആ തീപിടുത്തത്തിന്റെ വാർത്ത അറിഞ്ഞ സമയത്ത് തന്റെ അമ്മയുടെ മുഖത്ത് വന്ന ഒരു പരിഭ്രമവും ആ തീപിടുത്തത്തെ പറ്റി ആദ്യം ഒന്നും സംസാരിക്കാനായി അമ്മ താല്പര്യപ്പെടാതിരുന്നതും ഒക്കെ ആലോചിക്കുമ്പോൾ ഇപ്പൊ അവനും ചില സംശയങ്ങളൊക്കെ തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും തന്റെ അമ്മയുടെ പ്രവൃത്തികളും ജീവിതവും ഒന്നും തന്നെ ശരിയല്ലെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന അസുക്ക ആൻസുവിനോട് അവൾക്ക് എന്ത് സഹായവും താൻ ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയാണ്. എന്തായാലും തന്റെ അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാനായി അന്ന് അച്ഛൻ പകുതിക്ക് വെച്ച് കണ്ടിട്ട് ബാക്കി കാണാതെ നശിപ്പിച്ച് കളഞ്ഞ ആ ഒരു മെമ്മറി കാർഡ് ആവശ്യമാണ്. പക്ഷെ നശിപ്പിച്ച മെമ്മറി കാർഡ് തിരിച്ചു കിട്ടില്ലെങ്കിലും അതിന്റെ ഒരു കോപ്പി അന്ന് അവൾ അതീവ രഹസ്യമായി നഷ്ടപ്പെടാതിരിക്കാനായി അവളുടെ അച്ഛന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഹോസ്പിറ്റലിലെ റെക്കോർഡ്സ് റൂമിൽ ഒരു ഫയലിനകത്ത് സൂക്ഷിച്ച കാര്യം ഓർത്ത് ഇപ്പൊ സഹോദരിയുടെ അടുത്ത് ചെന്ന് സഹായം ചോദിക്കുകയാണ്. സഹോദരിയും മക്കിക്കോയുടെ 2ാമത്തെ മകനായ ഷിന്നും തമ്മിൽ കണ്ടിട്ടുണ്ട്. അവൻ ഇവളുടെ പുറകെ നടക്കാണ് എന്നറിയാവുന്ന ആൻസു അവൻ വഴി എങ്ങനെങ്കിലും നീ ആ ഹോസ്പിറ്റലിലെ റെക്കോർഡ്സ് റൂമിലേക്ക് ചെന്ന് അത് കൈക്കലാക്കണമെന്ന് പറയുന്നു. അതുവഴി യൂസു തന്നോട് മിണ്ടാൻ നടക്കുന്ന ഷിന്നിനോട് സ്നേഹത്തോടെ സംസാരിച്ച് അവനൊരു ഡൗട്ടും തോന്നാത്ത രീതിയിൽ അവനെ കൊണ്ട് തന്നെ ഇവൾ ആ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അങ്ങനെ റെക്കോർഡ്സ് റൂമിൽ കയറി അവൾ രഹസ്യമായി ആൻസു പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ആ ഒരു മെമ്മറി കാർഡ് കണ്ടെടുക്കുന്നുണ്ട്. പക്ഷെ അവൾ അതുമായി പോകുന്നത് ആ ഒരു ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് മാറി നിന്ന് കാണുന്നതും നമുക്ക് കാണാം. അങ്ങനെ ഇവർ ആ ഒരു മെമ്മറി കാർഡ് കൊണ്ടുവന്ന് ഇപ്പൊ പരിശോധിക്കുമ്പോൾ അതിൽ അന്ന് കണ്ടതുപോലെ ആ സ്വെറ്റർ ധരിച്ച ഒരു ആളാണ് ഈ തീപിടുത്തത്തിന് പിന്നിൽ എന്നത് തീർച്ച. പക്ഷെ അപ്പോഴും അത് ഇവളുടെ അമ്മയല്ല മറിച്ച് മക്കിക്കോ ആണ് എന്നത് പ്രൂവ് ചെയ്യാനായി മുഖം വ്യക്തമായി കാണുന്നില്ല. പണ്ട് ഈ അസുക്ക വളരെ മിടുക്കനായിരുന്നു. അവന്റെ അനിയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവനായിരുന്നു ഏറ്റവും നന്നായി പഠിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മക്കിക്കോ എപ്പോഴും അവനെ വെച്ച് അനിയനെ താരതമ്യം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എന്തോ ഒരു കാര്യം കൊണ്ട് അസുക്ക ഒതുങ്ങി കൂടിയിരിക്കുകയാണ്. അനിയൻ ഇപ്പോ നേരെ തിരിച്ച് വളരെ സ്മാർട്ട് ആയിട്ടുമുണ്ട്. അനിയൻ അതുകൊണ്ട് തന്നെ എപ്പോഴും പണ്ട് അമ്മ തന്നെ ഇവന്റെ കാര്യം വെച്ച് താരതമ്യം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സന്തോഷിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം ജോലിക്ക് എത്തുന്ന ആൻസു മക്കിക്കോ പോയ ശേഷം എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കാറുണ്ടായിരുന്ന അസുക്ക പുറത്തേക്ക് റെഡിയായി ഇറങ്ങി വന്ന് നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് അവളോട് പറയുന്നത് കാണുന്നത്. അവളും വേഗം തന്നെ അവന്റെ കൂടെ പോകാനായി റെഡിയായി പുറത്തേക്ക് വരുമ്പോഴേക്കും പുറത്തെത്തുന്ന ഇവന് കുറെ നാളുകൾക്ക് ശേഷം സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുമ്പോൾ ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കൂടാതെ വേറെ ആളുകളൊക്കെ തന്നെ നോക്കുന്നത് പോലെ തോന്നുന്നവൻ പെട്ടെന്ന് പാനിക് ആവുന്നു. അത് കണ്ടവൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇവരൊക്കെ തിരിച്ചറിയോ, പണ്ട് മിടുമിടുക്കനായിരുന്നു ഞാൻ, ഇപ്പൊ ഈ രീതിയിലായതോർത്ത് അവരെന്നെ കളിയാക്കുവോ എന്നെ പുച്ഛിക്കോ എന്നൊക്കെ എനിക്ക് വല്ലാത്ത പേടിയാവുന്നു എന്ന് പറഞ്ഞ് അവനാകെ പാനിക് ആയി ഇരിക്കുകയാണ്. തനിക്കറിയാവുന്ന അസുക്ക എത്ര മിടുമിടുക്കനായിരുന്നു, അവനിൽ നിന്ന് എങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇവൻ മാറിപ്പോയെന്ന് മനസ്സിലാവാതെ അവളും ഇരിക്കുന്നു. അവനാകെ പാനിക്കായി വെളിയിൽ ഇറങ്ങാൻ മടിക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ റൂമിലേക്ക് കൊണ്ടുപോയി അവൻ വർഷങ്ങളായി മാറ്റാതിരുന്ന ജനാലയുടെ കർട്ടനൊക്കെ മാറ്റി അവന്റെ ദേഹത്ത് സൂര്യവെളിച്ചം അടിക്കുന്ന രീതിയിൽ അവനെ ഇരുത്തി അവന്റെ റൂമെല്ലാം ക്ലീൻ ചെയ്യുന്നവൾ എന്തായാലും കാര്യങ്ങളെ ഫേസ് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് വാ നീ പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ അവനും മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി അവളുടെ കൂടെ പുറത്തേക്ക് പോകുന്നതാവട്ടെ ഇവർ കുട്ടിക്കാലത്ത് പലപ്പോഴും കാണുമ്പോൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചിട്ടുള്ള ഒരു പാർക്കിലേക്കാണ്. അവിടേക്ക് പോകുമ്പോൾ പരിചയമുള്ള ഒരു പയ്യനെ കാണുന്ന അസുക്ക അവനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിലും അവൻ അസുക്കയോട് വന്ന് സംസാരിക്കുന്നു. +2 കഴിഞ്ഞ സമയത്ത് അത്രയും നാള് കട്ട ഫ്രണ്ട്സ് ആയിട്ട് നടന്നിട്ട് നീ
എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഇവൻ ഉൾപ്പെടെ മറ്റു പല സുഹൃത്തുക്കളും എന്തിനെന്ന് പോലും അറിയാത്ത രീതിയിൽ തന്നെ അവോയ്ഡ് ചെയ്ത കാര്യത്തെപ്പറ്റി അസുക ഇപ്പൊ തട്ടിക്കയറുമ്പോ അന്ന് നിന്റെ അമ്മ ഞങ്ങളോട് നിന്നോടുള്ള കോണ്ടാക്ടുകൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കാശ് തരാമെന്ന് പ്രലോഭിച്ചിരുന്നു. ആ ഒരു പ്രായത്തിലെ കാശ് കണ്ട് കണ്ണു മഞ്ഞളിച്ച് നീയുമായുള്ള സകല കോണ്ടാക്റ്റും ഉപേക്ഷിച്ച് കാശ് മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. അത് തെറ്റാണെന്ന് പറഞ്ഞ് ഫ്രണ്ട് സംസാരിക്കുമ്പോൾ അമ്മ തന്നോട് ചെയ്ത ചതി ഇപ്പോ അസുക മനസ്സിലാക്കുന്നു. അവൻ ആകെ സങ്കടം വരുന്നു. അവൻ മാറിയിരുന്ന് അൻസുവിനോട് സംസാരിക്കുമ്പോൾ ഇത് മാത്രമല്ല വേറൊരു കാര്യവും നടന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു ഡോക്ടർ ആകാനായി ആഗ്രഹിച്ചിരുന്ന താൻ പണ്ട് പഠിച്ച് മാർക്ക് മേടിച്ച് ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ സമയത്ത് ആ കോളേജ് വേണ്ട വേറെ കോളേജ് അഡ്മിഷൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് ആൻസുവിന്റെ അച്ഛനെ വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കാശ് കയ്യിലുള്ളതിന്റെ ഹുങ്കിന് അമ്മ ഇവനൊരു കോളേജിൽ കാശ് കൊടുത്ത് സീറ്റ് വാങ്ങിച്ചു. പക്ഷെ അത് പിന്നീട് ഒരു വിവാദത്തിലേക്കാണ് പോയത്. പഠിക്കേണ്ട കുട്ടിയുടെ സീറ്റ് കാശിന് മറിച്ച് വാങ്ങിയെന്ന ആരോപണം ഇവന്റെ ഫോട്ടോ സഹിതം അന്ന് പത്രങ്ങളിൽ വന്നിരുന്നു. താൻ പഠിച്ച് അഡ്മിഷൻ നേടിയിട്ടും തനിക്ക് ഇങ്ങനെ ആരോപണം കേൾക്കേണ്ടി വന്നല്ലോ എന്ന ഭയങ്കരമായ സങ്കടവും ദേഷ്യവും വന്ന അവൻ പിന്നീട് പഠിക്കാൻ പോയിട്ടില്ല. ആ ഒരു സംഭവം ഇവനെ മറ്റുള്ളവരുടെ മുന്നിൽ മുഖം കൊടുക്കാൻ പോലും വലിയ പേടിയിലാക്കി. അതിനുശേഷമാണ് ഇവൻ ആരെയും മൈൻഡ് ചെയ്യാതെ ആരോടും മിണ്ടാതെ ഒരു മുറിയിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കാൻ തുടങ്ങിയത്. ആ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോഴേ ഇന്നാണ് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും. ഈ കാര്യങ്ങളെല്ലാം അവൻ ആൻസുവിനോട് സംസാരിക്കുമ്പോൾ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അസുഖയാകട്ടെ അവനും സഹോദരനും പണ്ട് ഈ ഒരു തീപിടുത്തത്തിനും അതിനുശേഷം നടന്ന അമ്മയുടെ രണ്ടാം വിവാഹത്തിനും ഒക്കെ മുന്നേ അവർ താമസിച്ചിരുന്ന ആ പഴയ വീട്ടിലേക്കാണ് ആൻസുവിനെ കൊണ്ടുപോകുന്നത്. അവിടെ രഹസ്യമായി അവൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ലാപ്ടോപ്പ് അവൻ അവളെ ഏൽപ്പിക്കുന്നു. ഒരു പക്ഷേ ഇത് വെച്ച് നിനക്ക് എന്തെങ്കിലും ഉപയോഗപ്രദമായ കാര്യങ്ങൾ കിട്ടിയാലോ എന്നും പറയുന്നുണ്ട്. അവൾ ആ ലാപ്ടോപ്പ് നേരെ അവളുടെ സുഹൃത്തിനെ ഏൽപ്പിക്കുന്നു. ഇത് അരിച്ചു പറക്കി മക്കിക്കോയ്ക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഇതിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന കാര്യവും പറഞ്ഞു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോൾ അമ്മയും അച്ഛനും വേർപിരിഞ്ഞ ശേഷം അച്ഛനെ പറ്റി യാതൊരു വിവരവും ഇല്ലെങ്കിലും ഇപ്പൊ വർഷങ്ങൾക്കിപ്പുറം അച്ഛനെ ചെന്ന് കണ്ട് സംസാരിക്കുകയാണ് യൂസു. അച്ഛൻ തന്റെ മകളെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അവളോട് സംസാരിക്കാൻ കുറച്ച് സമയം ചെലവഴിക്കുന്നുണ്ട്. സംസാരിക്കുന്ന സമയം അവളാകട്ടെ അമ്മ നിരപരാധിയാണ് എന്നെല്ലാം സംസാരിക്കുമ്പോൾ ഒരിക്കലല്ല നിന്റെ അമ്മ അന്ന് അശ്രദ്ധ മൂലം തീപിടുത്തം ഉണ്ടാക്കിയത് തന്നെയാണെന്ന് അച്ഛൻ തർക്കിക്കുമ്പോൾ ഒരിക്കലും അല്ല അച്ഛൻ നോക്ക് ഈ സ്വെറ്റർ ഇട്ട ഒരാളാണ് അന്ന് തീപിടുത്തത്തിന് കാരണം. പക്ഷെ ഇത് നമ്മുടെ അമ്മയാണെന്ന് ഒരു ഉറപ്പില്ല. മറിച്ച് അച്ഛന്റെ ഭാര്യയായി ഇപ്പോൾ കഴിയുന്ന മക്കിക്കോ എന്ന സ്ത്രീയുടെ കയ്യിൽ ഇതേ സ്വെറ്റർ ഉണ്ട്. അവരാണ് അന്നും അമ്മയുടെ സുഹൃത്തായി വീട്ടിൽ വന്നിരുന്ന സമയത്ത് ഈ തീപിടുത്തം ഉണ്ടാക്കി എടുത്തതെന്ന് അവർ സ്റ്റൗ മനഃപൂർവ്വം തുറന്നു വെച്ച് പോയതാണെന്നല്ല യൂസു തർക്കിക്കുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാനായി അച്ഛൻ തീരുമാനിക്കുന്നു. പക്ഷെ അടുത്ത ദിവസം യൂസുവിനെ ഒരു കഫേയിലേക്ക് വിളിച്ചു വരുത്തുന്ന അച്ഛൻ കൂടെ മക്കിക്കോയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്വെറ്റർ ഒരാൾക്ക് മാത്രമല്ലല്ലോ, ഒരേപോലത്തെ ഡ്രസ്സ് പലർക്കും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞതിനെ ഒന്നും വിശ്വസിക്കാത്ത അച്ഛൻ തന്റെ രണ്ടാം ഭാര്യയാണ് വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന അവൾ അവിടെ ആകെ നാണക്കേടിലാവുന്നു. മക്കിക്കോ ആകട്ടെ തങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇനി ഇടപെടാൻ വന്ന കൊന്നുകളയുമെന്ന് അവളെ പച്ചയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. അവൾക്ക് ആകെ സങ്കടം വരുന്നു. അവളുടെ അച്ഛനാണ് അവളോട് ഈ പണി കാണിച്ചിരിക്കുന്നത്. അച്ഛനെ വിശ്വസിച്ച് അവൾ പറഞ്ഞ കാര്യം അത് ശത്രുവിന്റെ മുന്നിൽ തന്നെ അച്ഛൻ കൊണ്ടുവന്ന് കൊടുത്തു. അവൾ ആ ഒരു സങ്കടത്തിൽ അവിടെ നിന്ന് ഇറങ്ങുന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ അവളോട് നിനക്കൊരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ, അവളിപ്പോ എന്ത് ചെയ്യുന്നു മക്കിക്കോ ചോദിച്ചപ്പോ എന്റെ ചേച്ചി അന്നത്തെ സംഭവത്തിന് ശേഷം വീട് വിട്ടു പോയതാ, പിന്നീട് ഞാനും അമ്മയും ചേച്ചിയെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് യൂസു പറയുമ്പോൾ അത് മക്കിക്കോ വിശ്വസിച്ചിരുന്നു. തന്റെ ചേച്ചിക്ക് ഇവള് കാരണം ആപത്തൊന്നും വരാതിരിക്കാനായിട്ടാണ് യൂസു അങ്ങനെ കള്ളം പറഞ്ഞത്. അങ്ങനെ അച്ഛനെ കണ്ട് നാണം കെട്ട് മക്കിക്കോയുടെ മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വന്ന യൂസു നേരെ ചേച്ചിയെ കണ്ട് സങ്കടപ്പെടുമ്പോ അച്ഛൻ നമ്മളെയും അമ്മയും എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉപേക്ഷിച്ചാണ്. അന്നത്തെ സംഭവത്തിന് ശേഷം അച്ഛൻ നമ്മളെ അന്വേഷിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് ആൻസു അവളെ ആശ്വസിപ്പിക്കുന്നു. മക്കിക്കോ ആകട്ടെ ആ ഒരു സംഭവത്തിന് ശേഷം താൻ ചെയ്ത കുറ്റകൃത്യത്തിന്റെ തെളിവായി ഈ ഒരു സ്വെറ്റർ ഇനി തന്റെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിച്ച് ആ ഒരു സ്വെറ്റർ നശിപ്പിക്കുകയായിരുന്നു ആദ്യം ചെയ്ത പ്രവൃത്തി. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മക്കിക്കോ ആ ഒരു ഹെഡ് നേഴ്സിനെ കണ്ട് സംസാരിക്കുന്നതാണ്. യൂസുവിനെ പറ്റിയും അവളുടെ അമ്മയെ പറ്റിയും ആൻസിനെ പറ്റിയും അന്വേഷിക്കാനായി മക്കിക്കോ ഇവർ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഹോസ്പിറ്റൽ ഇവർ മക്കിക്കോയുടെ ഹസ്ബൻഡ് നടത്തുന്ന ഹോസ്പിറ്റലിലെ നേഴ്സ് ആണല്ലോ, ആ പരിചയത്തിന് പുറത്ത് അവരെ ഏൽപ്പിച്ചതാണ്. അവരകട്ടെ അന്വേഷിച്ചു. യൂസു പറഞ്ഞതുപോലെ അവളുടെ അമ്മ കിടപ്പ് രോഗിയാണ്, അവളുടെ ചേച്ചിയെ പറ്റി ഒരു വിവരവുമില്ല എന്ന ഡീറ്റെയിൽസ് ആണ് മക്കിക്കോയ്ക്ക് കൊടുക്കുന്നത്. എന്തായാലും യൂസുവിന്റെ പത്തി അടിച്ചു താത്തതുകൊണ്ട് അവൾ ഇനി ചൊറിഞ്ഞോണ്ട് വരാൻ സാധ്യതയില്ല എന്ന കാര്യത്തിലും ആൻസു എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ, അതുകൊണ്ട് ഇനി അവളെയും കൊണ്ട് ശല്യം കാണില്ല എന്നും മനസ്സിൽ കണക്ക് കൂട്ടുന്നു. പക്ഷെ ആൻസു ആകട്ടെ അവളുടേതായ രീതിയിൽ കരുക്കുകൾ നീക്കുന്നുണ്ടായിരുന്നു. അവൾ നേരെ ഹോസ്പിറ്റലിലേക്ക് രഹസ്യമായി ചെന്ന് അവളുടെ അച്ഛന്റെ മുന്നിൽ നിൽക്കുന്നു. പക്ഷെ അച്ഛൻ ഇത് തന്റെ സ്വന്തം മകളാണ്, തന്റെ മൂത്ത മകളാണ് എന്നതൊന്നും മനസ്സിലാവുന്നില്ല. അവളാകട്ടെ സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ സാധിക്കാത്തതിന്റെ പേരിൽ അച്ഛനെ ആവശ്യത്തിന് കളിയാക്കുന്നു. ഈ സമയത്ത് അച്ഛൻ അവളുടെ അമ്മയെ പറ്റി മോശമായി സംസാരിക്കുന്നുണ്ട്. തീപിടുത്തം ഉണ്ടാക്കിയതിനൊക്കെ അമ്മ ഇപ്പോഴും അച്ഛൻ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ കളിയിളകുന്നവൾ അച്ഛനെ അടിക്കാൻ കൈയോങ്ങുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മുന്നത്തെ ആ നേഴ്സ് എത്തുന്നു. അവർക്കറിയാം ഇത് ആൻസു ആണെന്ന്, അതുകൊണ്ട് തന്നെ അവളോട് അവർ സംസാരിക്കുമ്പോൾ ഇവർക്ക് എങ്ങനെ തന്നെ അറിയാമെന്ന് അവൾ അന്തമിടുന്നു. ഈ സമയത്ത് നിന്റെ അമ്മ എനിക്ക് ഒരുപാട് സഹായം ചെയ്ത് തന്നിട്ടുണ്ടെന്ന് പറയുന്ന അവർ അന്ന് തീപിടുത്തം നടക്കുമ്പോൾ നിന്റെ അമ്മ എന്റെ കൂടെ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഓഫീസിലെ ചില ഫയലുകൾ അടുക്കി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. നിന്റെ അമ്മയെ ആ തീപിടുത്തത്തിന്റെ പേരിൽ കുറ്റക്കാരിയാക്കിയപ്പോൾ ഞാൻ പലതവണ നിന്റെ അച്ഛനോട് പറഞ്ഞതാ ഒരിക്കലും മേഡം അല്ല ഇത് ചെയ്തതെന്ന്. പക്ഷെ ഇദ്ദേഹം വിശ്വസിക്കാനേ നിന്നില്ല. നീ വിശ്വസിക്കുന്നത് പോലെ തന്നെ മക്കിക്കുവാണ് ഇതിനെല്ലാം പിന്നിലെന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട്. നീ ആൻസു ആണെന്നത് ഞാൻ ആരോടും പറയില്ല. നീ എങ്ങനെങ്കിലും സത്യം കണ്ടെത്തി നിന്റെ അമ്മയ്ക്ക് നീതി വാങ്ങി കൊടുക്കണം. എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുമെന്ന് ആ നേഴ്സ് പറയുമ്പോൾ അത് കേൾക്കുന്ന മക്കിക്കോ, അത് കേൾക്കുന്ന ആൻസു അവളുടെ അച്ഛനോട് ഞാൻ എത്രയും പെട്ടെന്ന്
സത്യം തെളിയിക്കും. പക്ഷെ അത്രയും നാള് എന്റെ ഐഡന്റിറ്റിയെ പറ്റി മക്കിക്കോയോട് വെളിപ്പെടുത്തി അനിയത്തിയെ ഒറ്റുകൊടുത്ത പോലെ എന്നെ ഒറ്റുകൊടുക്കാൻ നോക്കിയാ ഞാൻ ഈ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നതെന്ന് അവൾ അച്ഛനെ ഭീഷണിപ്പെടുത്തുന്നു. ഇതേസമയം ആ പഴയ ലാപ്ടോപ്പ് പരിശോധിക്കുമ്പോൾ മക്കിക്കോയും ആൻസുന്റെ അമ്മ സുസുക്കിയും മറ്റു ചില കൂട്ടുകാരും കൂടി ചേർന്ന് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് പണ്ടുണ്ടായിരുന്നെന്നും അതിലിടയ്ക്കിടെ അവർ മീറ്റിംഗ് വെക്കാറുണ്ടായിരുന്നെന്നും പക്ഷെ മീറ്റിംഗിനൊന്നും തന്നെ ആൻസുന്റെ അമ്മയ്ക്ക് അവളുടെ അച്ഛൻ പോകാൻ അനുവാദം നൽകാത്തതിനെ തുടർന്ന് പോകാൻ സാധിക്കാതിരുന്നതിനെ പറ്റിയൊക്കെ അവൾ അറിയുന്നു. അപ്പോൾ ആ ഒരു FB മീറ്റിംഗിൽ പങ്കെടുത്തിരുന്ന മറ്റ് കൂട്ടുകാരെ ചോദ്യം ചെയ്താൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് മക്കിക്കോയെ പറ്റി കിട്ടുമെന്ന ഒരു നിഗമനത്തിലാണ് ആൻസു എത്തി നിൽക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് മക്കിക്കോയെ പറ്റിയുള്ള ആരോപണങ്ങൾ വരുന്നു. മക്കിക്കോ അവളുടെ സുഹൃത്തിനെ ചതിച്ചാണ് ഈ ജീവിതം ജീവിക്കുന്നത് എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ആ ആരോപണങ്ങളൊക്കെ കാണുമ്പോൾ മക്കിക്കോയ്ക്ക് നെഞ്ചിടിക്കുന്നുണ്ടെങ്കിലും ആ ഒരു അക്കൗണ്ടിലെ പോസ്റ്റുകൾക്കൊന്നും ഒരു റീച്ചും ഇല്ല, അതുകൊണ്ട് അധികം പേരൊന്നും ഇത് കാണുന്നില്ല എന്നൊരു ആശ്വാസവും അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു അക്കൗണ്ട് എത്രയും പെട്ടെന്ന് നിർത്തിക്കണമെന്നും അവർ തീരുമാനിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് യൂസുവും തന്റെ മകൻ ഷിന്നും ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നത് മക്കിക്കോയുടെ കണ്ണിൽ പെടുന്നത്. മക്കിക്കോ അതിന്റെ പേരിൽ വലിയ കോലാഹലമാണ് അന്ന് വീട്ടിലുണ്ടാക്കുന്നത്. അവൾ യൂസുവിനെയും ഷിന്നിനെയും വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒപ്പം ബഹളം വെക്കുന്നു. ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്ന ആൻസു ആകട്ടെ അവളുടെ അച്ഛനെയും ആ ഹെഡ് നേഴ്സിനെയും കൂട്ടിയാണ് വന്നിരുന്നത്. അവൾ മക്കിക്കോയെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു. കൂടാതെ അവളാണ് അവരെ അപകീർത്തിപ്പെടുത്താനായി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയതെന്നും പറയുന്നു. അപകീർത്തിപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളല്ലല്ലോ പറയുന്നത്, യഥാർത്ഥ സത്യങ്ങൾ തന്നെയാണ്, അവരുടെ സ്വഭാവം തന്നെയാണ് അവൾ അതിലൂടെ വെളിപ്പെടുത്തുന്നതെന്നും അവൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ അമ്മയെ നശിപ്പിച്ച ആ ഒരു തീപിടുത്തം ഉണ്ടാക്കിയെടുത്തത് നിങ്ങളല്ലേ എന്ന് അവർ എല്ലാവരുടെ മുന്നിൽ വെച്ച് മക്കിക്കോയെ ചോദ്യം ചെയ്യുമ്പോൾ അല്ല എന്ന് പറഞ്ഞ് അവർ തർക്കിക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്താണ് കറക്റ്റ് ആ തീപിടുത്തം നടന്ന ദിവസം തീപിടുത്തത്തിന് മുന്നേ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഒരു FB ഗ്രൂപ്പിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ടായിരുന്നു. തന്റെ അമ്മ അത് അറ്റൻഡ് ചെയ്തില്ല. അച്ഛന്റെ എതിർപ്പ് കൊണ്ട് അമ്മ അന്ന് ഓഫീസിലേക്ക്, അതായത് ഇവരുടെ ഹോസ്പിറ്റലിന്റെ ഓഫീസിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ മീറ്റിംഗ് മക്കിക്കോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കിക്കോ അന്ന് ധരിച്ചത് തന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മ പോലും അറിയാതെ മോഷ്ടിച്ചെടുത്ത ആ ഒരു സ്വെറ്റർ ആയിരുന്നു. അതിന്റെ തെളിവായി അന്നത്തെ ഗ്രൂപ്പ് മീറ്റിംഗിന്റെ ഇടയിൽ എപ്പോഴോ ക്ലിക്ക് ചെയ്ത ഒരു ഫോട്ടോ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാളെ കണ്ടുപിടിച്ചപ്പോ ആൻസുന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ അത് കാണിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഈ ഒരു ബഹളം കേട്ട് അസോക്കിയും മക്കിക്കോയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഈ ഒരു സമയത്ത് മക്കിക്കോയ്ക്ക് ഇനിയും തർക്കിക്കാനായി കഴിയുന്നില്ല. കാരണം എല്ലാ തെളിവുകളോടും കൂടിയാണ് അവരെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. തുടർന്ന് താനാണെന്ന് തീപിടുത്തം ഉണ്ടാക്കിയതെന്നും വീട്ടിൽ ആരുമില്ലാത്ത നേരം നോക്കി വന്ന് സുസുക്കിയെ തകർക്കാൻ വേണ്ടി തന്നെ തീപിടുത്തം ഉണ്ടാക്കിയതാണെന്നും അവർ സമ്മതിക്കുന്നു. ഇത് കേട്ട് സത്യങ്ങൾ അറിയാമെങ്കിലും പെട്ടെന്ന് വീണ്ടും ആൻസു പൊട്ടിത്തെറിക്കുമ്പോൾ അവളെ ശാന്തമാക്കി വീട്ടിലേക്ക് വിടുന്ന അച്ഛൻ മക്കിക്കോയോട് ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്നും എനിക്ക് നിന്റെ അടുത്ത് നിന്ന് ഡിവോഴ്സ് വേണമെന്നും എന്റെ ഹോസ്പിറ്റലിലും ഒരു അവകാശവാദവും ഉന്നയിച്ച് നീയോ നിന്റെ മക്കളോ വരാൻ പാടില്ല എന്നും അറിയിക്കുകയാണ്. കൂടാതെ വലിയ മോഡലായി മറ്റുള്ളവരുടെ മുന്നിൽ വലിയ മാതൃകയായ ഒരു വർക്കിംഗ് വുമൺ പ്ലസ് വീട്ടമ്മയായൊക്കെ നിന്നിരുന്ന മക്കിക്കോയുടെ യഥാർത്ഥ പിക്ചർ അവർ വീട് തീരെ വൃത്തിയില്ലാതെ അലങ്കോലമായി ഏതൊക്കെ രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അവരുടെ മറ്റ് ദുശീലങ്ങൾ എന്തൊക്കെയാണ് എന്നതിന്റെ തെളിവ് സഹിതം ഫോട്ടോസും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് പൊതുജനത്തെ അറിയിക്കുകയാണ് ആൻസു. അതിലൂടെ സോഷ്യൽ മീഡിയ എന്ന വലിയ തിരിച്ചടിയാണ് മക്കിക്കോയ്ക്ക് നേരിടേണ്ടി വരുന്നത്. അവരുടെ വീടിനെ റിപ്പോർട്ടേഴ്സ് വളയുന്നു. അവരെ പറ്റി എല്ലായിടത്തും നെഗറ്റീവ് വാർത്തകൾ സ്പ്രെഡ് ആവുന്നു. അസുഖ പോലും തന്റെ അമ്മ താൻ ഇങ്ങനെ ലൈഫിലെ ഫെയിലിയർ ആയ ഒരാളാണ്, അത് അമ്മ കാരണമാണ് തനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ആരും അറിയാതിരിക്കാനായി തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ പോലും പ്രേരിപ്പിക്കാതെ മുറിയിൽ കിടക്കുന്ന തന്നെ വിദേശത്താണ് എന്റെ മൂത്ത മകൻ എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരുന്ന കാര്യം പുറത്തു കൊണ്ടുവരാനായി അവനും വീട് വിട്ടിറങ്ങുന്നു. അങ്ങനെ അവൻ നേരെ പോകുന്നത് ആൻസുവിന്റെ അടുത്തേക്കുമാണ്. ആൻസു അവനെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. കൂടാതെ ആൻസുവിന്റെ അച്ഛൻ ആ ഒരു തീപിടുത്തത്തിന്റെ പേരിൽ ഇപ്പോ മക്കിക്കോയ്ക്കെതിരെ കേസ് കൊടുത്ത് അവരെങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് പോലീസ് കസ്റ്റഡിയിലുള്ള മക്കിക്കോയോട് അന്ന് തീപിടുത്തം നടക്കുന്നതിന് മുന്നേ ആൻസുവിന്റെ വീട്ടിൽ ഒരു മോഷണം നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മോഷണത്തില് അസുക്കയുടെ സുഹൃത്തുക്കളെ പോലീസ് ഡൗട്ട് അടിച്ച് ചോദ്യം ചെയ്തതിനെ പറ്റി ഇപ്പോ എടുത്തിടുമ്പോ എന്നോട് അതിനെപ്പറ്റി ഒന്നും ചോദിക്കേണ്ട, തീപിടുത്തത്തെ പറ്റി മാത്രം ചോദിച്ചാൽ മതി, തീപിടുത്തം ഞാനാണ് ഉണ്ടാക്കിയതെന്ന് മക്കിക്കോ വീണ്ടും പറയുന്നു. ഈ ഒരു സംഭാഷണമല്ല കേസിന്റെ സാക്ഷികളൊക്കെ എന്ന രീതിയിൽ അറിയുന്ന അസുക പെട്ടെന്ന് വളരെ അസ്വസ്ഥനാവുന്നു. അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് താനാണ് തീപിടുത്തം നടത്തിയതെന്ന് പറഞ്ഞ് സറണ്ടർ ആവുന്നു. ഇത് ആൻസുവിനെ ഞെട്ടിക്കാണ്. അവൻ എന്തിനാണ് അവന്റെ അമ്മയെ രക്ഷിക്കാനായി സറണ്ടർ ആയത്? അവന്റെ അമ്മ അവന്റെ ജീവിതം തകർത്തല്ലേ എന്ന ടെൻഷനിൽ അവൾ വേഗം തന്നെ മക്കിക്കോയെ കാണാനായി ചെല്ലുന്നു. മക്കിക്കോയോട് എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടി അസുക ഇപ്പൊ കുറ്റം ഏറ്റെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ ഞാനല്ല അന്ന് തീപിടുത്തം ഉണ്ടാക്കിയത് എന്നവർ പറയുന്നു. അന്ന് അവിടെ മോഷ്ടിക്കാനായി നിന്റെ വീട്ടിൽ നല്ല കാശും കാര്യങ്ങളും ഉണ്ടെന്ന് എന്റെ മൂത്ത മകനായ അസുക വഴി അറിഞ്ഞ അവന്റെ സുഹൃത്തുക്കൾ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു കേസ് ഇപ്പൊ അവർക്ക് നേരെ ചെല്ലാതിരിക്കാനായി ഞാൻ അതിന് മൊഴി കൊടുക്കാത്തത് അറിഞ്ഞതുകൊണ്ടായിരിക്കാം അവനിപ്പോ ആ ഒരു കേസ് ഏറ്റെടുത്ത് എന്നെ ഇപ്പൊ മോചിപ്പിച്ചത്. അവനത് എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതല്ല. പിന്നെ അന്ന് തീപിടുത്തം നടന്നതറിഞ്ഞ് ഞാൻ സന്തോഷിച്ചു എന്നത് സത്യമാണ്. അത് ഞാൻ തീപിടുത്തം ഉണ്ടാക്കിയതുകൊണ്ടല്ല, മറിച്ച് ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച കാര്യങ്ങളെ പറ്റി അന്ന് നടന്ന FB ഗ്രൂപ്പ് മീറ്റിംഗിനിടയിൽ ഡൗട്ട് തോന്നിയ ഞങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് നിന്റെ അമ്മയോട്
പറയാതിരിക്കാനായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അതിനു മുന്നേ ഏറ്റു പറയാനായി നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് തീപിടുത്തം നടന്ന കാര്യം അറിയുന്നത്. എന്തായാലും വീട്ടിൽ നിന്ന് തീ പിടിച്ച് നശിച്ചു പോയതെന്നേ കരുതൂ. ഞാൻ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞാലും ഇനി നിന്റെ അമ്മ വിശ്വസിക്കില്ല എന്ന തോന്നലിന്റെ പുറത്തുള്ള എന്റെ സന്തോഷമായിരുന്നു അത് എന്ന് പറഞ്ഞ് അവരാകെ സങ്കടപ്പെട്ട് ഇമോഷണൽ ആകുമ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സിഗരറ്റ് കത്തിക്കാനായി അവർ ലൈറ്റർ ഓൺ ആക്കുന്ന സമയത്ത് അത് കൈ തട്ടി മറിയുകയും അവിടെ തട്ടി വീണ് കിടന്നിരുന്ന ഡ്രിങ്ക്സിലേക്ക് അത് മിക്സായി തീ ആളി പടരുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്ത് അവിടെ ഇതെല്ലാം കേട്ട് നിന്നിരുന്ന ഷിന്നാകട്ടെ പെട്ടെന്ന് ഈ തീ കണ്ട് ആകെ പാനിക്കായി അത് അണയ്ക്കുന്നുണ്ടെങ്കിലും അവൻ ഒരു സത്യം കൂടി അവിടെ വെളിപ്പെടുത്തുകയാണ്. അതായത് അന്ന് അവനാണ് അവിടെ തീപിടുത്തം ഉണ്ടാക്കിയതെന്ന്. അവനത് വളരെ യാദൃശികമായി ആ വീട്ടിലേക്ക് ചെന്നതായിരുന്നു അന്ന്. പക്ഷെ അന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വല്ലാത്ത ഫുഡിന്റെ വാസന വരുന്നവൻ ആകെ കൊതിമൂത്ത് കിച്ചണിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഫുഡ് ചൂടാക്കി കഴിക്കാനായി നോക്കിയ സമയത്ത് സ്റ്റൗവിലെ തീ ഒരു തുണിയിലേക്ക് ആളി പടരുകയും അത് അണയ്ക്കാൻ നോക്കുമ്പോൾ തീ വീണ്ടും വീണ്ടും പല വസ്തുക്കളിലേക്ക് പടർന്ന് വലിയ തീപിടുത്തം അന്ന് അവിടെ ഉണ്ടാവുകയും ചെയ്തു. അവനായിട്ട് വരുന്ന വഴി വീട്ടിൽ നിന്ന് അവന്റെ അമ്മ ആൻസുന്റെ അമ്മയുടേതായി മോഷ്ടിച്ചെടുത്തോണ്ട് പോയ സ്വെറ്ററും കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതും ഇപ്പൊ പെട്ടെന്ന് തന്റെ മുഖം അവിടുത്തെ CCTV-യിലൊന്നും പതിയാതിരിക്കാനായി അത് വെച്ച് മുഖം മറിച്ച് ഓടി അവന്റെ കുറച്ച് വിഷ്വൽസ് ആണ് CCTV ഫുട്ടേജിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നത്. പേടിച്ചിട്ടാണ് പോലീസ് പിടിക്കുന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ അന്ന് സത്യങ്ങൾ വെളിപ്പെടുത്താതിരുന്നത് എന്നെല്ലാം ഇപ്പോൾ അവൻ ഏറ്റു പറയുമ്പോൾ നീ ചെയ്ത തെറ്റ് കാരണം എത്ര പേരുടെ ജീവനാണ് കഷ്ടത്തിലായത്. നിന്റെ അമ്മ പോലും കഷ്ടപ്പെട്ടിരുന്നില്ലേന്ന് ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ പറയുന്ന ആൻസു എത്രയും പെട്ടെന്ന് എന്റെ അമ്മയുടെ അടുത്ത് വന്ന് മാപ്പ് പറയാനായി ഷിന്നിനോട് പറയുന്നു. അപ്പോഴേക്കും പഴയ കാര്യങ്ങളൊക്കെ കേട്ട് ഓർമ്മ ആൻസുന്റെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ആൻസുന്റെ അമ്മയുടെ മുന്നിൽ അങ്ങനെ ഷിൻ മാപ്പ് ചോദിക്കുമ്പോൾ അന്ന് നിന്റെ ഭാഗത്തുനിന്ന് വന്ന ആ ഒരു കയ്യബദ്ധം അന്നേ നീ ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ പലരും കഷ്ടപ്പെട്ടില്ലായിരുന്നു എന്ന് അവരും അവനെ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും അങ്ങനെ അവനെ ആ ഒരു കേസിലെ യഥാർത്ഥ പ്രതിയായി അറസ്റ്റ് ചെയ്യുകയാണ്. തുടർന്ന് ആ കേസ് കോടതിയിലേക്ക് പോകുമ്പോൾ 13 വയസ്സിൽ അറിയാതെ സംഭവിച്ച കാര്യമാണെന്ന് കണ്ടെത്തി അവനെ വിട്ടയക്കുന്നു. പിന്നീട് ഒരു 3 മാസങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ ആൻസുന്റെ അച്ഛനും മക്കിക്കോയും ഡിവോഴ്സ് ആയിരിക്കുന്നു. ആൻസുന്റെ അമ്മ പഴയ ആരോഗ്യനില വീണ്ടെടുത്ത് ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു. മക്കിക്കോയും അവർ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, മോഷണം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ശരിയാണ്, അതൊക്കെ കുശുമ്പിന്റെ പുറത്ത്. മറിച്ച് വലിയ തീപിടുത്തം എന്ന ആ ഒരു ദുഷ്പ്രവൃത്തി നടത്തിയിട്ടില്ല എന്ന ആ ഒരു തിരിച്ചറിവിൽ അവരും പതിയെ അവരുടെ കരിയറൊക്കെ ബിൽഡ് ചെയ്ത് നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഷിന്നും അവന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും ആൻസുവും അസുഖയും ആകട്ടെ അവരുടെ ലൈഫിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറിയിരിക്കുന്ന ഈ ഒരു നിമിഷത്തില് വളരെ ഹാപ്പിയായി തന്നെ ജീവിതം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഇവിടം കൊണ്ട് ഈ ഒരു പ്രതികാര കഥ അവസാനിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത നിരവധി ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.